ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലിമാണിക്കത്താണ്. ഈ കള്ളച്ചെറ്റക്കെതിരെ ഞാൻ ഒരു വർഷം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിരവധി ഭീഷണി കോളുകളാണ് എനിക്ക് വന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും ഇദ്ദേഹത്തിന്റെ ആളുകളും ഇദ്ദേഹം ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തി അടക്കം എനിക്കെതിരെ ഭീഷണിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഇതാ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ, അതായത് ഓസ്തുർഗ് പോലീസ് സ്റ്റേഷനിൽ ഇതേ ഞാൻ അന്ന് സൂചിപ്പിച്ച കാര്യത്തിന്റെ പേരിൽ ഈ ചെറ്റക്കെതിരെ കേസ് എടുത്തിരിക്കുകയാണ്. എന്താണെന്നറിയോ? 55 വയസ്സ് പ്രായമായ സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ചികിത്സക്ക് എന്ന പേരിലാണ് അവിടത്തേക്ക് എത്തിയത്. ഇദ്ദേഹം ഒരു ചികിത്സിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ദണ്ടൊക്കെ ഉണ്ട്. ആ ദണ്ട് മന്ത്രവാദ ദണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്തിയ ആ സ്ത്രീനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിന്റെ പേരിൽ ഇപ്പൊ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹൃദയാഘാതം വന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിലിപ്പം അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ വ്യാജ മന്ത്രവാദിയെ. പിന്നെ ഇതില് തങ്ങളാണെന്നൊക്കെ എല്ലാ ന്യൂസിലും എഴുതി കൊടുക്കുന്നുണ്ട്. ഒരു തങ്ങളും അല്ല, ഇവനിക്ക് അങ്ങനെ ഒരു പാരമ്പര്യവുമില്ല. ഇവനെ പറ്റിയിട്ട് പല സ്ഥലങ്ങളിലും അന്വേഷിച്ചപ്പോൾ ഇവൻ ഒരു തങ്ങളായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. എന്റെ നാട്ടില് കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് 3 പെൺകുട്ടികളുടെ ഒരു കുടുംബത്തിന്റെയും തന്നെ ജീവിതം വഴിയാധാരമാക്കി ഇദ്ദേഹം പറയുന്നതനുസരിച്ച് അവര് ഭർത്താക്കന്മാരെ വേണ്ട എന്ന് വെച്ച് കുടുംബവും വീടും സ്ഥലവും പണവും ഒന്നും ഇദ്ദേഹത്തിന് എല്ലാം തീരെഴുതി കൊടുത്തുകൊണ്ട് ഇവൻ പറയുന്ന ഈ ചെറ്റ പറയുന്ന വാക്ക് കേട്ടിട്ട് തുള്ളിയ ആളുകൾ വരെ ഉണ്ട്. ഇത് 1 അല്ല 2 അല്ല 3 അല്ല, ഒരുപാട് ആളുകളുണ്ട്. പലരും അവരുടെ മാനവും അവരുടെ ഇജ്ജത്തും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പബ്ലിക്കിൽ വരാതെ നിൽക്കുകയാണ്. ഈ നാറി കാസർഗോഡ് ജില്ലയിലും കണ്ണൂരും കേന്ദ്രീകരിച്ചാണ് ഏറ്റവും അധികം വ്യാജ മന്ത്രവാദം നടത്തുന്നത്. ഇവന്റെ താമസ സ്ഥലം കണ്ണൂര് കക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവൻ താമസിക്കുന്നത്. തളിപ്പറമ്പ് കോട്ടേഴ്സിലാണ്. കോട്ടേഴ്സ് 1ഉം 2ഉം കോട്ടേഴ്സ് എന്നല്ല, ഇവന്റെ വ്യാജ മന്ത്രവാദവുമായി ബന്ധപ്പെട്ട് ഇവൻ പോകുന്ന സ്ഥലത്തൊക്കെ കോട്ടേഴ്സ് എടുത്തിട്ട് അവിടെ ബോർഡും വെച്ചിട്ട് ചികിത്സിക്കാറാണ് പതിവ്. ഇതിൽ അദ്ദേഹം ഈ പട്ടി അധികം ടാർഗറ്റ് ചെയ്യുന്നത് ആരെന്നറിയോ? സ്ത്രീകളെയാണ്. ഞാൻ ഇത് പ്രത്യേകിച്ചിട്ട് ഇതിന് പറയാനുള്ള കാരണം, ഞാൻ ഏകദേശം ഒരു വർഷത്തിന് മുമ്പ്, നിങ്ങൾ എന്റെ വീഡിയോ ചെക്ക് ചെയ്താൽ കാണാൻ വേണ്ടി സാധിക്കും, 3 പെൺകുട്ടികളുടെ ജീവിതം വഴിയാധാരമാക്കിയ ഒരു സംഭവത്തെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇവനെ ന്യായീകരിക്കാനും ഇവനിക്ക് വേണ്ടി വാദിക്കാനും പല ആളുകളും വന്നതായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ഇതാ വീണ്ടും ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതും കൂടി കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചെറ്റയുടെ സ്വഭാവം. അപ്പൊ ഈ ചെറ്റ ഇപ്പം സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ റിമാൻഡ് ചെയ്യേണ്ട ഈ പ്രതിനെ, ഈ കള്ളനാറിനെ ഇപ്പം ഹോസ്പിറ്റലിൽ സുഖചികിത്സക്ക് വിട്ടിരിക്കുകയാണ്. എന്തായാലും പോലീസുകാർക്ക് ഇതിന് ബോധം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവൻ കള്ളക്കളികൾ കളിക്കുകയാണ്. ഇവൻ ഇതിന്റെ അപ്പുറം അടവുകൾ പ്രയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവൻ ഇതുപോലെ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല, ഇവന്റെ പേരിൽ ഞാൻ പറഞ്ഞിട്ട് മാണിക്കോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് 3-4 പെൺകുട്ടികൾ ഇതിന്റെ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു പെൺകുട്ടി കാസർഗോഡ് ഒരു വനിതാ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. അത് അവരുടെ സഹോദരിമാരും ഇതേ പിതാവും മാതാവും നിർബന്ധിച്ച് ആ കേസിനെ പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ട് പിൻവലിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കഥകളുണ്ട്. ഇതൊക്കെ ഞാൻ വരും വീഡിയോകളിൽ ഞാൻ വ്യക്തമാക്കുന്നതായിരിക്കും. ഇതുപോലുള്ള ചാറ്റകളുടെ കെണിയിൽ ഇനി ആരെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഇതാ എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അവന്റെ ഫുൾ കാര്യങ്ങൾ ഇതിലേക്ക് പറഞ്ഞു തരിക. ഞാൻ അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ പേരോ നിങ്ങളുടെ കാര്യമോ വ്യക്തമാക്കാതെ ഇവൻ നിങ്ങളെ ചതിക്കപ്പെട്ട ചതിയിൽപ്പെടുത്തി എല്ലാ കാര്യങ്ങളും വീഡിയോയിലൂടെ ഇതാക്കും. അത് മുഖാന്തരം, അത് മാത്രമല്ല ഇവരുടെ ഈ ചതിയിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഇവനെ പറ്റിയിട്ടുള്ള പരാതി അവിടത്തേക്ക് എത്തിക്കും. ഇപ്പം തന്നെ ഈ 55 വയസ്സ് പ്രായമുള്ള സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ തന്നെ സ്ത്രീകളുടെ പേരോ ആരാണെന്നോ എന്താണെന്നോ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇതുപോലുള്ള കള്ള വ്യാജനെ നിങ്ങൾ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിന് നിങ്ങൾ തയ്യാറായിട്ട് വരണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഏത് രീതിയിലുള്ള ഹെൽപ്പ് വേണമെങ്കിലും ഞാനും കൂടി ചെയ്തുതരാം. അതിനാണ് എന്റെ നമ്പർ കൊടുത്തത്. വിളിച്ചോ പറഞ്ഞോ.